ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ മേൽക്കൈ വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസ്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ കടുത്ത ആക്രമണം നടത്തി എന്ന് സൂചിപ്പിക്കുന്നതാണ് തെളിവുകൾ. ഇതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കാശ്മീർ സന്ദർശിക്കും. അനൂപ് ദാസ് വിശദാംശങ്ങളുമായി ചേരുന്നു. അനൂപ്, വളരെ വ്യക്തമായി ഇന്ത്യ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി വിദേശ മാധ്യമം പുറത്തുവിടുകയാണ്. മാത്രമല്ല, ഇന്ന് രാജ്നാഥ് സിംഗിന്റെ സന്ദർശനം കാശ്മീരിൽ ഉണ്ടാവുകയും ചെയ്യും. സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷവുമാണ് ഇപ്പോഴുള്ളത്, അല്ലേ? വിശദാംശങ്ങൾ എന്താണ്? അതെ, വെടിനിർത്തലിന് ശേഷം ഈ അതിർത്തി മേഖലയിലൊക്കെ തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോയ ആളുകളൊക്കെ തിരികെ ഈ പ്രദേശങ്ങളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. അതേ ഘട്ടത്തിലാണ് ഈ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്കുള്ള മേൽക്കൈ വ്യക്തമാക്കുന്ന ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അമേരിക്കൻ പത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഭീകര കേന്ദ്രങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ ചില എയർബേസുകൾക്കും വ്യക്തമായ നാശനഷ്ടം ഉണ്ടാക്കാൻ ഇന്ത്യൻ ആക്രമണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മെയ് 10 ശേഷം 12 എടുത്ത ചിത്രങ്ങൾ, അതിന് മുൻപുള്ള ചിത്രം എന്നിവ താരതമ്യം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും അത് മാത്രവുമല്ല, മറുഭാഗത്ത് ഇന്ത്യയിൽ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അത്ര വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും പത്രം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇന്നിപ്പോൾ കശ്മീരിലേക്ക് പ്രതിരോധ മന്ത്രി സന്ദർശനം നടത്തുന്നു. എന്തൊക്കെയാണ് അതിർത്തി പ്രദേശത്തെ സ്ഥിതിഗതികൾ, നമ്മുടെ സേന എത്രത്തോളം സുസജ്ജമാണ് എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. അദ്ദേഹം അവിടെ എത്തി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ശരി.